നീയാടാ പോയിന് ഇല മുറിക്കാനാ പോയിന്? അച്ഛാ ഞാൻ ഇല മുറിക്കാനാ പോയിന്. പൊതിച്ചോറാക്കുന്നു. നിങ്ങൾ കഴിക്കല്ലേ, ഞാൻ വേഗം എടുത്തിട്ട് വരട്ടെ. ആരാണ് പോയിന്? ആരാണ് ഇങ്ങോട്ട് കണ്ടതായില്ലല്ലോ. അച്ഛൻ ഇന്നലെ നെയ്റ്റെല്ലാം ഉണ്ടായിന്, കടന്നുറങ്ങുന്നുണ്ട്, വിളിക്കണത്രേ. രാവിലെ വന്നാട് പൊതിച്ചോറാക്കണം എന്ന് പറഞ്ഞു. നല്ല എന്നെ ഇപ്പം മുമ്പിൽ സ്കൂൾ പോകാൻ പറ്റാന്ന് നമ്മ കൊണ്ടുപോയത്. ഒരു വട്ടം കൂടി അച്ഛൻ വാതിലോർക്കുന്ന ഒച്ച കിട്ടുമല്ല, ഇപ്പഴത്തെ പോലെ. അച്ഛാ അമ്മേനെ വിളിക്കേ, വാ അമ്മേനെ വിളിക്കുവാ. അമ്മേ വേമ്പാ, കൊറച്ച് വൈകു. രാവിലെ വന്നാട് പറയുന്നു ഇന്ന് പൊതിച്ചോറാക്കിയാ മതിന്ന്. കൊറേ നാളായി പൊതിച്ചോറ് ഉണ്ണാത്തൊരു പൊതിച്ചോറാക്കിയാ മതി. അമ്മ പണ്ട് സ്കൂൾ പഠിക്കുമ്പോൾ ആക്കി കൊടുക്കുന്നില്ലല്ലേ? അതെ. ചാറ് കറിയൊന്നും ഇല്ല അച്ഛാ, ഇവിടെ ഒന്ന് ആക്കി നോക്കട്ടെ. ആ ഇവിടെ മുട്ടക്കറിയാണ് അച്ഛാ. അമ്മക്കൊക്കെ ഉണ്ടായിരുന്നു. അച്ഛാ എങ്ങനെയുണ്ട് പൊതിച്ചോറ്? നല്ല പൊതിച്ചോറ്. അമ്മയൊന്നും പറയുന്നില്ലേതാ? നല്ല പരിപാടിയുണ്ട്. മത്സ്യമുണ്ട്, വറവുണ്ട്, മുട്ട വറുത്തുണ്ട്. മുട്ട കൂട്ടറാതല്ല, മുട്ട പൊട്ടിച്ച് കൂട്ടറാത്. ചമ്മന്തി ഉണ്ട്, മറ്റേ മുട്ടക്കറിയുണ്ട്. മുട്ടക്കറി അല്ലേ? എല്ലാം ഉണ്ട്. നല്ല രസമുണ്ട്. അച്ഛാ ഇവിടെ ഒരു മാങ്ങ കാണുന്നുണ്ടല്ലോ, ഇതാരും കൊണ്ടുവന്നത്? അതേ പത്രത്തിന് വെച്ചിന്. പത്രത്തിന്റെ ഓ ആ പൈപ്പിന്റെ ഉള്ളിലാ? ആരാന്നറിയില്ല, പത്രക്കാരനാക്കും ആയിരിക്കും അല്ലേ? അച്ഛ ഞാനെന്നാ അങ്ങോട്ട് പോന്നേ. എന്താ മീൻ കൂട്ടാത്തത്? കുഞ്ഞയില്ലാന്ന്. നാരാട്ടൻ അവിടെ കടന്നുറങ്ങുന്നുണ്ട്, പോയിട്ട് വിളിക്കട്ടെ. നല്ല ക്ഷീണുണ്ടാവും, നെയ്റ്റ് അല്ലേ? നെയ്റ്റ് പോയി വന്നല്ലേ? ആ അല്ലപ്പ നിങ്ങ എന്തോർക്കം ഉറങ്ങിന്? നൈറ്റ് എടുക്കുന്നവർക്ക് എന്റെ വിഷമം അറിയില്ലു. പ്രായം കൂടിക്കൂടി വരല്ലേ ഇന്ന്, അപ്പൊ ക്ഷീണവും കൂടും. എന്നാലും ഇങ്ങനെ ഉണ്ടോ ഒരർക്ക്? അവിടുന്ന് ഉറങ്ങാനേ ആവലില്ലേ? നല്ല ചോദ്യം കേട്ടാ. ഉറങ്ങാനാവുന്നുണ്ട്, പിന്നെ ഇവിടെ വന്നിട്ട് ഉറങ്ങുക. നീ നിങ്ങ പറഞ്ഞ പൊതിച്ചോറ് റെഡി ചെയ്താ അച്ഛനമ്മക്കും കൊടുത്തു. അച്ഛനമ്മക്കും കൊടുത്തുവാ, അവര് കഴിച്ചു. പിന്നെ നമുക്കും കഴിക്കാം. അപ്പൊ നമ്മുടെ പൊതിച്ചോറ് തുറന്നു നോക്കട്ടെ. നമ്മുടെ പഴയ ഓർമ്മകൾ, സ്കൂളിൽ പോയ ഓർമ്മ. മീൻപൊരി, നമ്മുടെ പയറ് തോരൻ, മുട്ട പ്ലേറ്റ്, ഇത് ചമ്മന്തി. സ്കൂൾ പഠിക്കുമ്പോ ഇത്രയൊന്നും ഉണ്ടാവില്ല കേട്ടാ. ചിലപ്പം തൈരും, പിന്നെ നമ്മളെ അമ്മയെല്ലാം കൊടുത്തതിന് പറഞ്ഞ സാമ്പാർ ചെടിയുടെ ഇലയില്ലേ, അത് തോരനും വറവ്, അതിലേ നമുക്കെല്ലാം ഉണ്ടാവില്ലല്ലോ. അത് നമ്മ പാറപ്പുറത്ത് പോയിട്ട് നമ്മളെ സുഹൃത്തുക്കളുടെ ഒപ്പരം പോയിട്ട് ഇങ്ങനെ ആയിരുന്നു എല്ലാവരും ഒപ്പരം കഴിക്കുമ്പോ. ഒരു വട്ടം കൂടി എന്നോർമകൾ നെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം, മരമൊന്നുലുത്തുവാൻ മോഹം. പണ്ടത്തെ നമ്മളെ സ്കൂൾ ജീവിതത്തിന്റെ ഓർമ്മകൾക്ക് വേണ്ടിയിട്ട് ഇതാ നമ്മുടെ പൊതിച്ചോറ് കഴിക്കാം. ചോറ് കഴിക്കുമ്പോൾ എന്തിന് പാട്ടുപാടി എന്ന ചോദ്യം ഉണ്ടാകാൻ പാടില്ല. ആ ഓർമ്മകൾ ഇങ്ങനെ മനസ്സിലേക്ക് വന്നുകൊണ്ടാണ്. ആദ്യം നമ്മുടെ ചമ്മന്തി, പയർ, അന്നെങ്ങനെ മുട്ടയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇപ്പല്ലേ മുട്ടയല്ല,
മുട്ടി മീൻപൊരിയെല്ലാം ചിലപ്പോ 2 മാസം കൂടുമ്പോഴെല്ലാം അങ്ങനത്തെ പൊതിയ ഉണ്ടാവില്ല. ആ പൊതിയ ഒന്നും നമ്മുടെ മനസ്സിലുണ്ടാവും. അതിലിങ്ങനെ വാട്ടി കെട്ടുമ്പോ ആ വായയുടെ ടേസ്റ്റും കൂടാ ജന്മുണ്ടല്ലോ. പൊതിച്ചോറ് വേറെ ലെവലാണ്. കൂടെ നമ്മളെ ഓർമ്മകള്. ഇപ്പത്തെ കുഞ്ഞുങ്ങൾക്ക് പൊതിച്ചോറ് പോണ. ഇപ്പൊ പിന്നെ സ്കൂളിൽ തന്നെ കഞ്ഞിന്റെ ചോറുണ്ട്, നല്ല കഞ്ഞിയും ചോറും. അവരുടെ കുഞ്ഞുങ്ങൾക്ക് പിന്നെ എന്നാ വേണ്ടല്ലേ ബിരിയാണി, മന്തി, അവർക്ക് അതേ പോലെ. അവർക്കൊന്നും ഓർമ്മകൾ ഉണ്ടാവില്ല, കുറവായിരിക്കും. നമ്മളെപ്പോലത്തെ പഴയകാല ആൾക്കാർക്കായിരിക്കും ഓർമ്മകൾ കൂടുതൽ. അന്ന് പട്ടിണിയല്ലേ, ഉണ്ടാവൂലല്ല. അതുകൊണ്ട് കുറച്ചുകൂടി കൂടുതൽ ഓർമ്മകൾ ഉണ്ടാവും. പട്ടിണി കിടക്കുമ്പോ ആ ഓർമ്മകൾ നമ്മൾ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. എന്നപ്പോ നീ കഴിക്കും. നല്ല മഴയാണ്. നല്ല മഴയുണ്ട്. നിന്റെ ഓർമ്മ എന്നാണ് സ്കൂൾ ജീവിതത്തിന്റെ? പയറും കഞ്ഞിയും. നിങ്ങൾക്ക് പയറും കഞ്ഞിണ്ടായി ഹൈസ്കൂൾ പഠിക്കുമ്പോ? ഹൈസ്കൂൾ പഠിക്കുമ്പോ 7ാം ക്ലാസ് വരെയല്ലേ? ഹൈസ്കൂൾ പഠിക്കുമ്പോ പൊതിച്ചോറ് എടുത്തിട്ട് പോലെ അധികം. നമ്മ അത്ര വരെ പൊതിച്ചോറ് എടുത്തിട്ടാ. ഹൈസ്കൂൾ പഠിക്കുമ്പോ അധികം പൊതിച്ചോറ് എടുത്തിട്ട് പോലെ. നിങ്ങൾ ഹൈസ്കൂൾ പഠിക്കുമ്പോ എടുത്തില്ലേ, ചോറ് എടുത്തില്ലേ? ചോറുണ്ണാൻ വരും. നിന്റെ വീട് അരുവത്തല്ലേ? ഇടക്ക് എടുക്കും. മറ്റേവരെല്ലാം അവരെല്ലാം നമ്മളെ ഫ്രണ്ടുക്കളെല്ലാം ഉണ്ട്, അവരെല്ലാം കൊണ്ടുവരുമ്പോ നമ്മ ഇടക്ക് അമ്മയോട് പറഞ്ഞിട്ട് പൊതിച്ചോറാക്കണ്ട. പൊതിച്ചോറ് അമ്മക്ക് തരും. ഇല്ലല്ലേ? അമ്മയാന്ന് കൂടുതൽ പൊതിച്ചോറ് കഴിച്ച ഓർമ്മ കേട്ടാ. നമ്മളെ ഹൈസ്കൂൾ പറഞ്ഞ കടന്നപ്പള്ളി ഹൈസ്കൂൾ ആ പാർക്കാണ്. അന്നേരം പറഞ്ഞ ഇന്നത്തെ സ്കൂളൊന്നുമല്ല, ഓലപ്പുരയാണ്, ഓലപ്പുര. നമ്മക്കൊരു 10 മിനിറ്റ് ഒന്നും വരണ്ട സ്കൂളിലേക്ക്. ബെല്ലടിക്കുന്നതന്നെ പോയി. അല്ല, എന്നാലും നമ്മളെ ചീത്ത പറയും. അമ്മ ഒരു ചോറാക്കി തരുമോ വെച്ചാല് ചീത്ത പറയും. അമ്മ രാവിലെ എണീക്കും. രാവിലെ എണീച്ചിട്ട് പൊതി കെട്ടും. ഏട്ടൻ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഏട്ടൻ 10ാം ക്ലാസ്സിൽ 2 പൊതി കെട്ടി വെക്കും. ഞാൻ പറഞ്ഞ പോലെ ഇതൊന്നും ഉണ്ടാവില്ല, മീൻപൊരി ഒന്നും ഉണ്ടാവില്ല. മീൻപൊരി എല്ലാം പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഉണ്ടാവില്ല, 2 മാസം കൂടുമ്പോ ഉണ്ടാവില്ല. രാവിലെ തലേന്നൊക്കെ തലേന്ന് കഴിഞ്ഞില്ലേ, 4 മക്കളില്ലേ. അപ്പൊ ഇതെല്ലാം ഇല്ല ദിവസം പറഞ്ഞാൽ ഭയങ്കര സന്തോഷായിരിക്കും. പ്രത്യേകിച്ച് ഞായറാഴ്ച. ഇപ്പൊ നവലിനും ലക്ഷ്മണും പറഞ്ഞ സ്കൂൾ ചോറ് സ്കൂളുണ്ട് അല്ലേ? അവർക്കൊന്നും ഒരു ഓർമ്മ ഉണ്ടാവില്ല ഇങ്ങനത്തെ പൊതിച്ചോറിന്റെ ഒന്നും. എന്നാ അമ്മ പൊതിച്ചോറ് കഴിക്കുമ്പോ അതെന്നാ സംഭവം എന്ന് അറിയൂ അല്ലേ? ടേസ്റ്റ് ഉണ്ടാ? നീ ആക്കിയതിന്റെ ടേസ്റ്റ് ഒന്നും നോക്കണ്ടല്ലോ അല്ലേ? നമ്മളെ കഴിക്കട്ടെ. അച്ഛനമ്മയെന്ന് പറഞ്ഞേ രസമുണ്ട് പറഞ്ഞേ. അപ്പൊ മഴയും പോയി കേട്ടാ. മഴ ഇപ്പൊ ഒരു മഴയുണ്ടായി. നമ്മള് കഴിക്കട്ടെ. ഓക്കെ.